അപ്പൊ ഞാനൊന്ന് കഴിക്കാം. സാറ് കഴിക്കില്ലേ? റോസാപ്പൂവിന്റെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് മെയിൻ ആയിട്ട്. പക്ഷെ അതിന്റെ കൂടെ സാറേ, നമ്മൾ കുറേ കാര്യങ്ങൾ കാണിച്ചു. ഒരുപാട് പേര് നല്ല കമന്റുകളൊക്കെ കാണുന്നില്ലേ? എന്നിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തു സാറിനെ, പേഴ്സണലി അറിയുന്നവര് നമുക്ക് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. എന്തായാലും ഇത് എന്താ ഒരു വ്യത്യസ്തമായ സംഭവമാണല്ലോ. ഇത് പാൻസി അല്ലെങ്കിൽ വയോള ടൈപ്പിൽ പെടുന്ന ചെടികളാണ്. വയോള, അതെ അതെ. ഇത് മങ്കി ഫേസ്. അതെ, ഞാൻ ഒരു അതെ മങ്കി ഫേസ് ഉണ്ട്, 2-3 ഒരു മീശയൊക്കെ ഉള്ള ഒരു സംഭവം പോലെ. കാറ്റ് ഫേസ് ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട് അല്ലെ, നല്ല രസമായിട്ടുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി സാർ പറഞ്ഞു. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പരിചയമില്ല. അപ്പൊ സാറിന് പരിചയമുള്ള ചെറിയൊരു മൈൽഡ് ക്ലൈമറ്റിൽ വരും, നമുക്ക് വയനാട്ടിലൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ്, ഫ്ലവർ ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് എഡിബിൾ കൂടിയാണ്. ഫ്ലവറോ നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് നമ്മുടെ എഡിബിൾ ആയിട്ടുള്ള ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാ ഫ്ലവേഴ്സും എഡിബിൾ അല്ല, വിഷമുള്ള ഫ്ലവേഴ്സ്. അത് എഡിബിൾ ഫ്ലവർ അല്ല, വെറുതെ ഫ്ലവർ കഴിച്ചതാണ്. അതെ, അത് നമ്മുടെ അരളിയുടെ ഒക്കെ ഫ്ലവർ. അരളി മാത്രമല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആള് ചെണ്ടുമല്ലി കഴിച്ചു കാണിച്ചു. ചെണ്ടുമല്ലി ശരിക്കും മേരിഗോൾഡ് കഴിക്കാം, പക്ഷെ ഈ നഴ്സറികളിലൊന്നും ചെയ്ത് കഴിക്കാൻ പാടില്ല, അടിച്ചിട്ടുള്ളതാണ്. ഇത് പക്ഷെ എന്താണ് സംഭവം? ഇത് ഈ പറയുന്ന എഡിബിൾ ഫ്ലവേഴ്സിൽ പെടുന്ന ഒരു ഫ്ലവർ ആണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കേക്ക് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്, സ്വീറ്റ് ഡെസേർട്ട് ഒക്കെ എല്ലാം ഉപയോഗിക്കുന്നത്. സാർ കഴിച്ചു നോക്കിണ്ടോ? എന്താ ടേസ്റ്റ്? മൈൽഡ് ടേസ്റ്റ് ആണ്, പ്രത്യേകിച്ച്. പിന്നെ ഓരോന്ന് കഴിച്ചു നോക്കിയാലോ? വലുതനായിക്കോട്ടെ. ഫ്ലവറിന് ഇതുവരെ വളർത്തി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. കേക്കിന്റെ ഡെക്കറേഷന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം. രണ്ടും രണ്ട് സംഭവമാട്ടോ, നല്ല രസമാണ്. ഇത് കണ്ടോ, ഒന്ന് ശരിക്കും ഫേസും ഒന്ന് മീശ പോലെയൊക്കെ. ഇത് ശരിക്കും വയോള എന്ന് പറഞ്ഞാണ്. പാൻസി എന്ന് പറയുന്നതിന്റെ ഇച്ചിരി കൂടി ഒരു ഡബിൾ സൈസ്, കുറച്ചൊരു സൈസ് ഉണ്ട്. അത് എഡിബിൾ അല്ലല്ലോ? അതും എഡിബിൾ ആണ്. പക്ഷെ ഇത് ഞങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും ഇതേപോലെ തോന്നുന്ന ഫ്ലവർ ആരും കഴിക്കരുത്. നമുക്ക് വിശ്വാസമുണ്ട്, അടിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പൊ ഞാനൊന്ന് കഴിക്കാം. സാറ് കഴിക്കില്ലേ? പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഒന്നും പറയാനില്ല. എന്തായാലും വ്യത്യസ്തമായൊരു പ്ലാന്റ് കണ്ടപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി. ഇത് ശരിക്കും തണുപ്പുള്ള മേഖലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവണമെങ്കിൽ തണുപ്പ് വേണം, ചെറിയൊരു തണുപ്പ് വേണം, മൈൽഡായിട്ട് തണുപ്പ് വേണം. അപ്പോൾ ചൂടുള്ള പ്രദേശത്തുള്ളവർ വേണ്ട, കൂടുതൽ ഫ്ലവേഴ്സ് വരില്ല. പിന്നെ കുറേ കാലം നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും. നമ്മളിപ്പോൾ സാധാരണ ഒരു ആനുവൽസ് ആണെങ്കിൽ നമുക്കൊരു 3 മാസത്തിൽ ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോകും. പക്ഷെ ഇതൊരു 2 മാസം കൊണ്ട് നമുക്ക് എക്സ്ട്രാ ഫ്ലവേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ടേസ്റ്റ് പറയാൻ ഒരു റോസാപ്പൂവിന്റെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് മെയിൻ ആയിട്ട്. പക്ഷെ അതിന്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എഡിബിൾ ആയത് കുഴപ്പമില്ല. അപ്പൊ ഇത്രയായിരുന്നു ഇന്നത്തെ ടിപ്പ് അല്ലേ? അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.